അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ ഉള്ള അറിയോ? മൂന്നാറിനാണുള്ളത്. അത് നമ്മൾ മൂന്നാമത്തെ ദിവസമാണെന്ന്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടീ വാലി റിസോർട്ടിലാണ്. മൂന്നാർ ബൈസൺ വാലിയിലാണ് നമ്മളെ ഈ ടീ വാലി റിസോർട്ട്. അതിൽ 3 വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. എന്തിനാ അറിയോ? ഞങ്ങളെ ഹണിമൂൺ ട്രിപ്പ്, അപ്പോൾ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് ഇവിടെ ആയിരുന്നു. ഒരു അടിപൊളി റിസോർട്ടാണ്, ഒരു 4 സ്റ്റാർ റിസോർട്ടാണ് നമ്മളെ ടീ വാലി റിസോർട്ട്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതോ ഇതൊരു ചെറിയ അണക്കെട്ടാട്ടോ. ഈ അണക്കെട്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകേണ്ടി. ആ ഭാഗത്ത് കുറേ റിസോർട്ടുണ്ട്. നേരെ കാണുന്നതാ, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ കുറേ ബോർഡ്, ഫുള്ള് റിസോർട്ടുകളുള്ള വഴി കേട്ടോ. ഫുള്ള് റൈറ്റ് സൈഡിലേക്കാണ് നമ്മളെ ടീ വാലി. അതാ 2.5 കിലോമീറ്റർ ഇവിടെ നേരെ പോയാൽ നമ്മൾ റിസോർട്ടിലെത്തും. പോണ വഴിയൊക്കെ നല്ല അടിപൊളി വഴി കേട്ടോ. അതായത് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ്. അത് നമ്മൾ ടീ വാലി റിസോർട്ടുള്ളത് ഈ ചെരുവിലാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ചെരുവിലായിട്ടാണ് നമ്മൾ റിസോർട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂം. വല്ലൂസ് നല്ല ഉറക്കത്തിലാട്ടോ. അവൻ ഇവിടെ എത്തി ഫുള്ള് ഉറക്കാണ്. അപ്പോൾ ഇവിടുത്തെ ബാത്റൂം നോക്കണ്ടേ? അപ്പോൾ നമ്മൾ എവിടെ പോയാലും ബാത്റൂം നോക്കണ്ട. ബാത്റൂം ശരിയല്ലെങ്കിൽ ഇങ്ങനെ റിസോർട്ട് ശരിയല്ല. ഇങ്ങനത്തെ ബാത്റൂം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമാണ്. ഇവിടെ ഷവർ ഏരിയ ഉണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. ഒരു നോർമൽ ചെറിയ ബാത്റൂമാണ്, വലിയ സൈസ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. എക്സിക്യൂട്ടീവ് കോട്ടേജ് റൂമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ മിററുണ്ട്. ഇവിടെ അത്ര വലുപ്പമുള്ള മിററാണ്. പിന്നെ ഇവിടെ വാഷ് ബേസ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മിററുണ്ട്. ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഷെൽഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാറ്റിയ ഒരു ഷെൽഫുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലഗേജും കാര്യങ്ങളും വെക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു റൂമാണ് ഈ എക്സിക്യൂട്ടീവ് കോട്ടേജ് റൂം. കട്ടിൽ സംഭവങ്ങളൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇവിടെ ചെയർ, ഒരു സോഫ, 2 സോഫ ഉണ്ട്. പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടുത്തെ ബാൽക്കണിയാണ് മക്കളെ. ഒരു രക്ഷയില്ലാത്ത ബാൽക്കണി, വലിയ ബാൽക്കണി. അത് റൂമിൻ്റെ അതേ സൈസിലുള്ള ബാൽക്കണിയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന റൂം ഇതേമാതിരി തന്നെയായിരുന്നു. റൂമല്ല, ഇതിൻ്റെ പുറത്തത്തെ ഈ ബാൽക്കണി സെയിം തന്നെയാണ്. അത് ഓരോ ടെറസിൻ്റെ മേലെ ഒരു ഏരിയ ബാൽക്കണി, അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ഈ മൂന്നാറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ടീ വാലി റിസോർട്ട് ഒന്ന് ചെയ്ത് നോക്കാം. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു ആവറേജ് റേറ്റും കാര്യങ്ങളുള്ള റൂംസാണ് നമ്മളെ ഈ ടീ വാലി മൂന്നാറിലുള്ളത്. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് റീഫ്രഷ്മെൻറ്റ് ഐറ്റംസാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റെഡ് ബുള്ള്, പെപ്സി, ബിസ്ക്കറ്റ്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ റേറ്റ് ഉണ്ട്. അതായത് 4 സ്റ്റാർ റിസോർട്ട് അല്ലേ, അപ്പോൾ MRP റേറ്റ് ആവില്ല ഒരിക്കലും. ഇതിലുള്ള ഈ ചാർട്ടിലുള്ള റേറ്റാണ് വരിക. അപ്പോൾ നമ്മൾ പെപ്സിക്കൊക്കെ 35 ഉള്ളത് ഒരു 60 രൂപ വരും. അപ്പോൾ ആവശ്യമുള്ളവർ എടുത്താൽ മതി. ഇത് യൂസ് ചെയ്താൽ നമ്മൾ ബില്ല് പേ ചെയ്യണം. അങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത്. മാറ്റിയൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ അല്ലെടുത്ത് സൈസാകും. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഈ ഒരു കട്ടും വെച്ചിട്ടുള്ള സംഭവമാണ്. പേരൊന്നും എന്താണെന്ന് അറിയില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ഹണിമൂൺ ഷൂട്ടില്ല, ആ റൂമിന് സെയിമാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക റൂമിനും ഇങ്ങനത്തെ സംഭവം ചെയ്തിട്ടുണ്ട്. ഈ ഒരു തീമിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവം. എന്താ രസമായില്ല? പല്ലുകുട്ട അന്തം വിട്ടിരിക്കുകയാണ് ഈ റൂം കണ്ടിട്ട്. നമ്മൾ അവിടുന്ന് അവൻ വണ്ടിയിൽ നിന്ന് കയറിയാൽ ഉറങ്ങിയതാ. ഇവിടെ എത്തിയൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലോ അത് എവിടെയാണ്? പുതിയ വീടാ? ഓന് പുതിയ വീട് എന്നാ പറയാ. വേറെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടാൽ. അപ്പോൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൻ്റെ ഭാഗം കാണണ്ടേ. അപ്പോൾ അവിടെ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ റിസോർട്ടുള്ളത് ഒരു കുന്നിൻ ചെരുവിലാണ്. അപ്പോൾ കുറേ താഴത്തേക്ക് നടക്കണം. സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കയറി നടക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോവാം. അല്ലുകുട്ട വാ. ഓനക്ക് എടുക്കാൻ പാടിയിട്ട് അവൻ ഫുൾ ടൈം നടക്കണോ? ഏത് സ്റ്റെപ്പായാലും എന്തായാലും ഓനക്ക് ഒറ്റയ്ക്ക് നടന്നു തരണം. അല്ല അപ്പോൾ ഈ കാണുന്ന ഏരിയ ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ. അപ്പോൾ രാത്രി ഇവിടെ അടിപൊളി ക്യാമ്പ് ഫയർ സെറ്റപ്പ് ആക്കും. അപ്പോൾ അതിൽ ആംബിയൻസ് ഇതല്ല. ക്യാമ്പ് ഫയറിൻ്റെ ആശയം നല്ല രസമല്ല കേട്ടോ. ക്യാമ്പ് ഫയറിന് പ്രത്യേകിച്ച് സാധനം മേലെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പുകയൊക്കെ പോകാൻ. നോർമലി മേലെ ഒന്നുമില്ലാത്ത ഐറ്റംസ് അങ്ങനത്തെ ക്യാമ്പ് ഫയർ കാണുന്നത്. ശരി, വെറൈറ്റി ഐറ്റം കേട്ടോ. ചിമ്മിണിക്കൂട് പോലത്തെ ക്യാമ്പ് ഫയർ. അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ ചെസ് ബോർഡ് ഉണ്ട്. പിന്നെ ആ തലക്കിലതാ ഇവിടെ ക്യാരംസ് ഉണ്ട്. പിന്നെ അവിടെ ടേബിൾ ടെന്നീസ് ഉണ്ട്. അത് കളിക്കാർക്ക് സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാ. ടേബിൾ ടെന്നീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സോഫ കുഷിനുള്ള ചെയർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. നല്ല രസമുള്ളൊരു സ്ഥലം.
അതായത് ഇവിടെ ഒരു കുഴിയാണ്. അത് നേരെ അല്ലൊക്കെ വന്ന് ഇതാക്കിയത് നേരെ ഇവിടെ വന്ന് പോകും. ട്രീ ഹൗസ് ഇവിടെ കേട്ടോ. നോട്ട് മോർ ദാൻ 2 പേഴ്സ്, 2 ആൾ കൂടുതൽ നിൽക്കാൻ പാടില്ല. നല്ലൊരു ഏരിയ ആണ്. കവാടം എങ്ങനെ ഉണ്ട്? സൂപ്പറല്ലേ? ഫുള്ള് മോള, 2 സൈഡും മോള. ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറി നേരെ ട്രീ ഹൗസ്. ഇതാണ് നമ്മളെ ട്രീ ഹൗസ്. ഇവിടെ നിന്നുള്ള വ്യൂ നമ്മൾ വണ്ടി വർക്ക് ചെയ്തതും. ഇത് റിസപ്ഷൻ്റെ ഏരിയ കേട്ടോ. അതായത് റിസോർട്ടിൻ്റെ മെയിൻ ഭാഗം അവിടെയാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ചായ എന്തായാലും കഴിക്കാം. അപ്പോൾ ജസ്റ്റ് റിലാക്സ് ആയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ ട്രീ ഹൗസ്. ഷൈറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് നമ്മൾ പോണത് അഡ്വഞ്ചേഴ്സ് സൈഡിലാട്ടോ. അവിടെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ തലക്കന്ന് ആ തലവരെ നമ്മൾ നടക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് പേപ്പറിലൊക്കെ ഒപ്പിട്ട് പിടിപ്പിക്കൂട്ടാ. അപ്പോൾ സേഫ്റ്റിയും കാര്യങ്ങളൊന്നും കുറവില്ല കേട്ടോ. ബെൽറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോകണം. നടന്ന് പോയിട്ട് അഥവാ വരികയാണെങ്കിൽ നമ്മൾ ബെൽറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ സേഫ്റ്റി. നമ്മൾ പോവാണ്. അല്ലു ഉള്ളു കരച്ചിലിട്ടാ. അല്ലു കുതിമ കയറാനേ. ഇത് കാണുന്ന മാതിരിയല്ല. നമ്മൾ ഓരോ ഇത് കഴിയുമ്പോൾ ഓരോ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. നമ്മളെ കൈൻ്റെ ബലവും കാലിൻ്റെ ബലം തമ്മിലാണ് ഈ ഫുള്ള് ഇതിമ നടക്കുന്നത്. ഫസ്റ്റ് പിന്നെ കുറച്ച് മറ്റേ അതിനെക്കാട്ട് കുറച്ച് ടൈറ്റ് ആണ് അല്ലേ? ഇതിൻ്റെ അത്ര ഇല്ല, അതും കുഴപ്പമില്ല. കാണുമ്പോ ഉള്ളിൽ കൂടി പോണ പോലെ നമ്മളെ മസിൽ അല്ലുവിനെ കെട്ടിട്ട് അല്ലുക്ക് കെട്ടിട്. ഓർക്ക് ഇതേപോലെ പോവാനാണല്ലോ. എനിക്ക് പോയി തരുന്ന ഒരു കഥ സിമ്പിൾ അല്ലട്ടാ, വെരി റിസ്ക് ആണ്. പൂള് അടിയിൽ ടീവാലി എന്നൊക്കെ എഴുതി കണ്ടില്ലേ? ടൈലായിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പൂള് നമ്മൾ ഇന്ന് ചാടി കേട്ടോ. നമ്മൾ നാളെ രാവിലെ ചാടാനുള്ള പ്ലാനാണ്. പക്ഷെ അല്ലു വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് പൂളിൽ ചാടണമെന്ന്. എന്നിട്ട് വാശി പിടിച്ച് കറികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങാത്ത നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് കറങ്ങാൻ വന്നത്. അപ്പോൾ ഇതിൽ കാണിക്കാൻ വന്നാൽ അവിടെ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നാളെ രാവിലെ ചാടാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ പൂളിൽ ഇവിടുന്ന് നമ്മൾ വന്ന വഴി അങ്ങോട്ട് പോയാലാണ് നമ്മളെ സൺസെറ്റ് ഡെസ്കില്ലേ, സൺസെറ്റ് വ്യൂ പോയിൻ്റ് അവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് ഫുള്ള് കോട മഞ്ഞാണ്. അപ്പോൾ പുറത്തെ സൺസെറ്റും വെയിലൊന്നും കാണുന്നില്ല ഇവിടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അല്ലു കരയുന്നടിയില്ലേ? പൂളിൽ ഇറക്കാത്തതിനുള്ള അല്ലുവിൻ്റെ കരച്ചിലായി കണ്ടേ. അല്ലു കരയുന്നേ. അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകണ്ടാ. നമ്മൾ സൺസെറ്റ് ആ വ്യൂ കാണാനാണ് പോണത്. സൂര്യനൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് നമ്മൾ കയറി പോയേക്കാം. ഈ സ്റ്റെപ്പാണ്, ഫുള്ള് സ്റ്റെപ്പാണ്. നടന്ന നല്ല കിതക്കുണ്ട്. പോയേക്കാം വാ. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് വ്യൂ പോയിൻ്റ്. പക്ഷേ ഒന്നും കാണൂല, ഫുൾ കോട മൂടിയിരിക്കണം. സൂര്യൻ തന്നെ ഇല്ല, സൂര്യപ്രകാശമോ അങ്ങനെ ഒന്നുമില്ല, ഫുൾ കോട. ഇതാണ് നമ്മളെ ഏരിയ. കുറേ നടക്കാനുണ്ട് മേലേക്ക്. അറ്റ ഈ പ്രോപ്പർട്ടിൻ്റെ ഏറ്റവും മേലെയാണ് നമ്മളെ ഈ സൺസെറ്റ് വ്യൂ പോയിൻ്റ് വരുന്നത്. സമയം വൈകുന്നേരം 4:30 മണി കഴിഞ്ഞിരിക്കണം. പക്ഷേ സൂര്യനും ഇല്ല, വെളിച്ചലും ഒന്നുമില്ല. താഴത്തിങ്ങനെ കോട മാത്രം കാണാം. കുറേ വീടുകളും ഷോപ്പുകളും അടിയിലൊക്കെ എന്തൊക്കെ കാണുന്നുണ്ട്, കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും വ്യക്തമല്ല. അത് നല്ല ലൈറ്റിലാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അവിടെ ജസ്റ്റ് ഈ സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയാം. വേറെ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പൊന്നുമില്ല. ഇങ്ങനെ ഈ വഴി വന്ന് നേരെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണം. കുറച്ച് നടക്കാണ്ട്. ഇല്ലല്ലോ, കുറച്ചല്ല, കുറച്ച് തോനെയുണ്ട്. ആശിയ അല്ലോ പോവാ, താഴത്തേക്ക് പോവാ. ആ ഓക്കെ. അല്ലോ ഇതുവരെ കരയുന്നു, അവനക്ക് പൂളിൽ ഇറങ്ങാൻ പറ്റായിട്ട്. വെള്ളത്തേക്ക് പോവാ. അല്ലോ വെള്ളത്തിൽ പോവാ. ഓക്കെ. എങ്ങനെയാണ് റൂമിലേക്ക് എത്തി കിട്ടിയാൽ മതിയാ കുഴഞ്ഞ്.
നമ്മുടെ ചായ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട് കേട്ടോ. ചായ ഉണ്ട്, പിന്നെ കോഫി ഉണ്ട്, അതിന് പാൽപ്പൊടി, പിന്നെ ഷുഗർ, പഞ്ചസാര കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നു വന്നിട്ട് ആകെ ക്ഷീണിച്ചിക്കണേ. അപ്പോൾ കോഫി ഉണ്ടാക്കി കൊടുക്കാം. ആരാ കോഫി മേക്കർ? ഞാൻ അടിപൊളി കോഫി ഉണ്ടാക്കാം. കോഫി ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. ഈ കോഫി പൗഡർ ഇടുക, പഞ്ചസാര ഇടുക, പാൽപ്പൊടി ഇടുക, ചൂടുവെള്ളം ഒഴിക്കുക, കോഫി റെഡി. ഞാൻ ഉണ്ടാക്കിയ അടിപൊളി കോഫി ആട്ടാ. അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കാം. എന്തായാലും സൂപ്പറായിരിക്കും. നല്ല വേറെ രസമുണ്ട്. അപ്പോൾ കോഫിയും ബിസ്ക്കറ്റും ഉണ്ട്. നമ്മൾ അതിന് ബിസ്ക്കറ്റും കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റും കോഫിയും കുടിച്ചിട്ട് കാണാം. ക്യാമ്പ് ഫയറിനായിട്ട് വന്ന കേട്ടോ. പക്ഷേ വിചാരിച്ചൊരു വൈബില്ല. ആൾക്കാരൊക്കെ റിലാക്സ് ആയിരിക്കുകയാണ്, ആക്റ്റീവ് അല്ല. അതായത് കപ്പിൾസും പിന്നെ പ്രായമായവരൊക്കെ ഉള്ളത്. ഈ ബാച്ചിലേഴ്സ് അവരൊക്കെ ഉണ്ടെങ്കിലാണ് ഫുള്ള് ആക്റ്റീവ് ഉണ്ടാവുള്ളൂ. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആരും ആക്റ്റീവ് അല്ല, അതുകൊണ്ടൊരു വൈബില്ല. പക്ഷേ ക്യാമ്പ് ഫയർ അവിടെ പോയി ആ ചൂടത്ത് പോയിരിക്കാൻ നല്ല രസം. ഈ തണുപ്പത്ത് വേറെ വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൽ തന്നെ പോവാം. ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല. ഇന്ന് കിടന്ന് ഉറങ്ങണം. നാളെ നമ്മൾ പൂളിൽ ചാടുന്ന വീഡിയോയും കാര്യങ്ങളായിട്ട് നാളെ കാണാം. അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ തന്നെയാണ്. ഇത് രാത്രിത്തെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച്. നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കാണാം. അപ്പോൾ എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ റിസോർട്ടിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ പാട്ട് കേൾക്കണ്ടില്ല. ഇവിടെ താഴത്തെ ഒരു അമ്പലമുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം പാട്ടാണ്. അവിടുന്ന് ഇന്നലെ വന്ന മുതലേ പാട്ട് കേൾക്കാൻ തുടങ്ങിയാണ്. അയ്യപ്പ വിളക്ക് എന്തൊക്കെ സംഭവങ്ങളുണ്ട്. രാവിലെ നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ നോക്ക്. ഒരു ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണെന്ന്. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. കോട കുറവാണ്. നമ്മൾ 2 ദിവസമായി മൂന്നാറിൽ. പക്ഷെ മൂന്നാറിൽ ഇപ്പോൾ രാവിലെ ഒന്നും കോട കാണില്ല. ചില ടൈമിൽ ഉച്ചയ്ക്ക് വരലുണ്ട്. അലിസേ ഗുഡ് മോർണിംഗ്. ഇവിടെ കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്ലുക്ക് എന്താ വേണ്ടി? ഫുഡ് വേണ്ട? ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഗോബി പൊറാത്ത സംഭവമുണ്ട്. ഇത് വെജ് സ്റ്റൂ ഇല്ലേ, വെജ് സ്റ്റൂ നമ്മളെ അതുണ്ട്. പിന്നെ ഇവിടെ 2 ചട്നി ഉണ്ട്. പിന്നെ ഇവിടെ സാമ്പാറുണ്ട്. പിന്നെ ദോശ. പിന്നെ ഇതിലെന്താ, ഇഡ്ഡലി ഉണ്ട്, ഇഡ്ഡലി. പിന്നെ ഇങ്ങോട്ട് വന്നാലും ഇവിടെ ബ്രെഡ് ഉണ്ട്, ജാമ്, പിന്നെ ബട്ടർ, പിന്നെ കോൺഫ്ലേക്സ് ഉണ്ട്. ഇവിടെ ജ്യൂസ് ഉണ്ട്. ഇവിടെ ക്യാരറ്റ്, ഇവിടെ ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ ഉപ്പിലിട്ട സംഭവമുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, മുളക്, പിന്നെ അവിടെ മാങ്ങ ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഞാനെടുത്ത ഫുഡ് ഉണ്ടല്ല, പൊറാട്ട എടുത്തിട്ടുണ്ട്, മുട്ട റോസ്റ്റ്, മുട്ടക്കറി ഉണ്ട്, പിന്നെ 2 ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഡ്ഡലി, ബ്രെഡ്. ഒരു ലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഒരു അധികം സാധനം ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മുന്തിരി. ഇത് കണ്ടിട്ട് നല്ല രസമുള്ള ജ്യൂസാണ്, മുന്തിരി. പിന്നെ ചായ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും കഴിച്ചു നോക്കാം. അല്ലോ കിട്ടണിയാലോ. ഫോർക്കല്ലേ, ഫോർക്കിൽ നിന്നാലല്ലോ എനിക്ക് ആശയ. ഫോർക്കിൽ കുത്തിയിട്ട് കിട്ടാത്തത് എന്താ കിട്ടാത്തത് ഞാനിട്ട് ഓനെ ചിരിക്കാം. എന്താല്ലേ അല്ലൊക്കെ പരിഷ്കാരി ആയിക്കാണ്. ഫോർക്കിലേ തിന്നുള്ളൂ. ഫോർക്ക് കൊണ്ട് കൊടുക്കണത് കേടാനാ തിന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആര് തിന്നണതൊക്കെ അല്ലേ അല്ലൂസേ? ഓനക്ക് ഒറ്റക്ക് പോകണം, അതാണ്. ഒറ്റക്കൊന്നും പോകാൻ പറ്റൂല ഇവിടെ, നല്ലതല്ല. ആളില്ലാത്തപ്പോ ഒക്കെ വെള്ളം കണ്ടാൽ ചാടും.
അല്ലുൻ്റെ കളി കണ്ടില്ലേ? അല്ലു വെള്ളം കണ്ടാലേ എനിക്ക് ഒരു കൺട്രോളും ഇല്ല. അല്ലുനെ ഞാൻ കയറ്റി വെറുതെ അസുഖം വരും. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. രാവിലെ അല്ലേ, വേറെ ആരുമില്ല പൂളിൽ, നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു മനുഷ്യൻ ഇവിടെ ഇല്ല. ആശി വാ, ആശി ഇറങ്ങുന്നില്ലേ? ആശി എന്താ ഇറങ്ങണേ? ആശി കാലിട്ടപ്പോൾ തന്നെ മതിയായിരിക്കുന്നു അവൾക്ക്. ഹലോ, അല്ലുവിനെ കണ്ടെങ്കിൽ അല്ലു പൂളിന്ന് ചാടി കയറിയിട്ട തണുത്തിട്ട് മുപ്പര് പറഞ്ഞ് കിടക്കേണ്ടില്ലേ, ടർക്കിലൊക്കെ പൊതിഞ്ഞ് കിടക്കുന്നത്. എന്തേ അല്ലോ, എന്തേന്ന് എൻ്റെ ചാട്ടോ? അല്ലു സാർ എന്തേന്ന്? കൂട്ടി പിടിക്കുക ഓനെ ഇവിടെ ആച്ചിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഡാ മെയിൻ്റെ ഒരുപാടില്ല, കൈയൊക്കെ നോക്ക്. അപ്പോൾ ഞാനും കയറി. നല്ല തണുപ്പാണ്, അധികം നേരം നിന്നാൽ പണിയിട്ടു. അതാരായാലും പ്രശ്നവും കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ അങ്ങനെ പോണ. റിസോർട്ടിൽ നിന്ന് മുന്നിൽ തന്നെയുള്ള ഒരു സ്ഥലമാണിത്. അടിപൊളി ഒരു ഇതുള്ള കാഴ്ചയുള്ള സ്ഥലമാണിത്. തേയിലത്തോട്ടത്തിൻ്റെ തൊട്ടു ബാക്കിലാണ് കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായി? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോയുമായി നമ്മൾ ഉടനെ കാണാം. അതുവരേക്കും ബൈ. അല്ലു ബൈ.